നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇതൊരു ജാഗ്രത മാത്രമല്ല, നിങ്ങൾ വളരെ പ്ലസ് വണ്ണിലെ കുട്ടികൾ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. കാരണം ഇനിയുള്ള പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ഫിസിക്സ് 23-ാം തീയതി, രണ്ട് മാത്സാണ്. നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബോട്ടണി ഒരു ഇച്ചിരി പ്രയാസം ഒഴിച്ചാൽ ഇംഗ്ലീഷ് ആയാലും സെക്കൻഡ് ലാംഗ്വേജ് ആയാലും കെമിസ്ട്രി ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫിസിക്സ്, കെമിസ്ട്രി. മാത്സിൽ കെമിസ്ട്രി കഴിഞ്ഞു, അത് അത്യാവശ്യം നല്ല പരീക്ഷയായിരുന്നു, എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. സുവോളജി എളുപ്പമായിരുന്നു, ബോട്ടണി ഇച്ചിരി പാടായി. പക്ഷെ ഇനി പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ്, കിങ് ഓഫ് സബ്ജക്റ്റിൽ വരുന്നതാണ് നമ്മുടെ ഫിസിക്സ്. മാത്സും അത്യാവശ്യം നല്ലതാണ്, സെക്കൻഡ് ഇയറിൽ അത്യാവശ്യം മാത്സ് ഇപ്പം ടഫായി വന്നിട്ടുമുണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കാതിരിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഫിസിക്സ് കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ കുട്ടികൾ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞ് ഇത്രയും ചരിത്രം എടുത്താൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്തേക്കുന്ന കേരളത്തിൽ ഫിസിക്സ് ആണ്. കാരണം ഏറ്റവും കുറഞ്ഞേക്കുന്ന കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിൽ ആകുന്ന എഴുതുന്ന കുട്ടികളും ഫിസിക്സ് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ മോഡൽ എക്സാമും ഡിസംബറിലൊക്കെ മാത്സ് +1 പാടായി തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇത് എങ്ങനെ ആവും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നല്ല കരുതലോടുകൂടി നല്ല കാര്യമായിട്ട് പഠിക്കണം. പാസ് മാർക്കോ ഡബിൾ പാസ് മാർക്കിനോ അല്ലാതെ തന്നെ നിങ്ങൾ ഗംഭീരമായിട്ട് എല്ലാ ചാപ്റ്ററും കൃത്യമായിട്ട് പഠിക്കുക. ന്യൂമറിക്കൽസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഫിസിക്സിൻ്റെ ആയാലും മാക്സിമം കണക്കിൻ്റെ ആയാലും മാക്സിമം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഉറപ്പുള്ളൂ. കാരണം എല്ലാ പരീക്ഷയും എളുപ്പമാകുന്നൊരു ഹയർ സെക്കൻഡറി ഇതുവരെയും വന്നിട്ടില്ല. നമുക്ക് ഇതെല്ലാം വരട്ടെ, എല്ലാം എളുപ്പമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഫിസിക്സ് മാത്സ് നിങ്ങൾ ശരിക്കും ശ്രദ്ധ കൊടുക്കുക. 27 വരെ നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം. കാരണം ഏതാണ് നമുക്ക് പണി തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല കുട്ടികളും ചോദിക്കുന്നു, സാറേ ഫിസിക്സ് പാടാവൂ അതോ മാത്സ് പാടാവൂ? ഒരിക്കലും നമുക്ക് ആ പ്രൊഡിക്ഷൻ തരാം. പക്ഷേ നിങ്ങൾ രണ്ടും കരുതൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കരുതിയിരിക്കുക. നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും പഠിക്കുക. നമ്മൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഡിസ്ക്രിപ്ഷനകത്ത്. ഇതെല്ലാം കണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഒരു ടെൻഷൻ വേണ്ട. പക്ഷേ എല്ലാം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ ചോയ്സ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം 10 ക്വസ്റ്റ്യൻ 12 ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചിട്ട് പോയാൽ പല ചാപ്റ്ററുകളൊക്കെ നമ്മൾ മിസ്സായി പോയാൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക, വളരെ കരുതിയിരിക്കുക. ഓക്കെ, നെവർ എവർ ഗിവ്.